PV അൻവറിന്റെ UDF പ്രവേശം അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വെട്ടിലായി നിലമ്പൂർ കോൺഗ്രസ് നേതൃത്വം. അൻവറിനെ പിണക്കി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനായില്ലെന്ന കണക്കുകൂട്ടലാണ് നേതാക്കൾ. എന്നാൽ മുന്നണി പ്രവേശനം നടക്കാത്തതിൽ അൻവറിനും അതൃപ്തിയുണ്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. PV അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മുന്നണിയിൽ എടുക്കാത്തതിൽ അസ്വസ്ഥനാണ്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തെയും വലയ്ക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനോട് വിയോജിപ്പുള്ള അൻവർ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. എങ്കിലും മുന്നണി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അൻവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF മുന്നണിയിൽ പ്രവേശനം ലഭിക്കാൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായ അൻവർ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. തൃണമൂൽ കോൺഗ്രസിനെ ഇപ്പോൾ മുന്നണിയിൽ എടുക്കേണ്ടെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ അൻവറിനെ പിണക്കി മുന്നോട്ട് പോകാനും കഴിയാത്ത അവസ്ഥ. നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് UDFന് അനിവാര്യമാണ്. PV അൻവർ കാലുമാറിയതോടെ LDFനും അഭിമാന പോരാട്ടമാണ് നിലമ്പൂരിൽ. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കൂടിയായ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യാടൻ ഷൗക്കത്ത് കാലുവാരുമെന്ന് ഉറപ്പ്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അൻവറിന്റെ പിന്തുണ ഉണ്ടാകുമോ എന്ന ഭയവും നേതൃത്വത്തിനുണ്ട്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. PV അൻവറിനെതിരെ മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി. അൻവർ വമ്പൻ പരാജയമായിരുന്നുവെന്ന് ഇക്ബാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം അദ്ദേഹത്തിന്റെ പശ്ചാത്താപമാണെന്നും വിമർശനം. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, UDFൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റണം എന്ന നിലപാടിലാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിലായതുകൊണ്ട് ധർമ്മസങ്കടത്തിലാണ് കോൺഗ്രസ്. ഇപ്പോഴിതാ മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റാണ് അൻവറിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വമ്പൻ പരാജയമാണ് അൻവർ എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ ജില്ലാ നേതാവ് തന്നെ ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പശ്ചാത്തലത്തിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF മുന്നണിയിലേക്ക് പ്രവേശിക്കാനുള്ള കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് PV അൻവർ. നിരവധി നേതാക്കളെ PV അൻവർ പോയി കണ്ടിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെ നേതാക്കൾ പച്ചക്കൊടി കാട്ടിയിട്ടില്ല. VD സതീശനും K സുധാകരനും അടക്കമുള്ളവർ ഇപ്പോഴും അൻവറിന്റെ UDF മുന്നണിയിലേക്കുള്ള പ്രവേശനത്തെ എതിർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തെ മറ്റ് ലീഗ് വഴി മുന്നണിയിലേക്ക് എത്താനുള്ള ഒരു നീക്കം PV അൻവർ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ അടക്കം PV അൻവർ പോയി കണ്ടിരുന്നു. അതുവഴിയുള്ള ചരടുവലിയും PV അൻവറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ PV അൻവർ UDFിലേക്ക് കടക്കാനുള്ള കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴും ഇത്തരത്തിൽ ലീഗിനുള്ളിൽ നിന്ന് തന്നെ വലിയൊരു പ്രതിഷേധം അൻവറിന് എതിരെ ഉയർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. പ്രത്യേകിച്ച് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്ബാൽ മുണ്ടേരി PV അൻവറിനെതിരെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ PV അൻവറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. PV അൻവർ വമ്പൻ പരാജയമാണ്. PV അൻവർ ഇപ്പോൾ പിണറായിസത്തിനെതിരെ പറയുന്നത് അദ്ദേഹത്തിന്റെ പശ്ചാത്താപം കൊണ്ട് മാത്രമാണ്. വലിയ രീതിയിലുള്ള പരാജയമാണ് MLA ആയിരുന്നപ്പോൾ PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നാണ് ഇക്ബാൽ മുണ്ടേരി തന്നെ പറയുന്നത്. അതായത് UDFിന്റെ ഒരു പ്രബല കക്ഷി കൂടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം പോയി കണ്ട് PK കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖ് അലി തങ്ങളെയും എല്ലാം കണ്ട് UDF പ്രവേശനത്തിനുള്ള വഴി സുഗമമാക്കാനുള്ള നീക്കം നടക്കുന്നതിനിടയിലാണ് പ്രാദേശിക തലത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് അൻവറിന് എതിരെ ഉണ്ടാകുന്നത് എന്നത് ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ അത് മുന്നണിയെ ഏത് രീതിയിൽ ബാധിക്കും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് PV അൻവർ UDFിന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ട്. നിലവിൽ മുന്നണിയുടെ ഭാഗമല്ലെങ്കിൽ പോലും UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്ന് പരസ്യമായി തന്നെ PV അൻവർ പറഞ്ഞിരുന്നു. VS ജോയിക്കാണ് തന്റെ പിന്തുണ എന്ന്. VS ജോയി കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തിന് തന്റെ പരസ്യ പിന്തുണ അൻവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലവും സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രാദേശിക തലത്തിൽ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ അൻവറിനെതിരെയുള്ള വിമർശനം ഉയരുന്നത്. അനിൽ നമ്പ്യാർ. PV അൻവറിനെതിരെ മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി. അൻവർ വമ്പൻ പരാജയമായിരുന്നുവെന്ന് ഇക്ബാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം അൻവറിന്റെ പശ്ചാത്താപമാണെന്നും വിമർശനം. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.